ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. ഞാൻ വെറുതെ ഇരുന്ന് കൊതുവിൻ്റെ കടിയും കൊണ്ട് പോച്ച വെച്ചല്ല, എനിക്ക് വട്ടമൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ കസ്തൂരി മഞ്ഞൾ വെച്ചൊരു സോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ കസ്തൂരി മഞ്ഞളാണ്. അലോവേറ ജെല്ലുണ്ട്, ഐറ്റംസാണ്. പിന്നെ നമ്മുടെ വേപ്പുണ്ട്. പിന്നെ ഇത് നമ്മളെല്ലാവർക്കും അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമ്മുടെ തുളസി. ഇനി നമുക്കിത് വെച്ച് സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണാം. അയ്യോ, ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇതാണ് വൈറ്റമിൻ സി. മുഖത്ത് തേച്ചാൽ നല്ലതാണ്, വെളുത്ത് സുടകുളാന്നിരിക്കും. നമുക്കിനി ഇതാണ് നമ്മുടെ സോഫ്റ്റ് ഫേസ്. ഇതാണ് നമ്മുടെ കറ്റാർവാഴ ജെല്ല്, നമ്മുടെ വേപ്പിലയും തുളസിയും അതെല്ലാം കൂടിയിട്ട് അരച്ചെടുത്തത്, പിന്നെ നമ്മുടെ മഞ്ഞൾ അരച്ചെടുത്തതും ഉണ്ട്. അടുത്തതായി നമ്മൾ സോഫ്റ്റ് ബേസ് കട്ട് ചെയ്യുകയാണ്. നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ ഡീമോൾഡ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ഇത് നേരിട്ട് വെക്കല്ലേ, നമ്മളൊരു ഒരു പാനുള്ള ഒരു ചെറിയ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൻ്റെ പുറത്തെ ഈ സംഭവം വെക്കാവുള്ളൂ. പിന്നെ നമ്മൾ അത് ചെയ്തെടുക്കുമ്പോൾ നല്ല രസമാണ്. ഒരു ഭയങ്കര കട്ടിയൊക്കെ കളർ വേറെ. പിന്നെ നമ്മൾ ഓരോ നാരഴിച്ച് വെച്ചേക്കില്ലേ, അതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മുടെ അലോവേറ ജെല്ലിനകത്തും പിന്നെ നമ്മുടെ മഞ്ഞളിനകത്തും കസ്തൂരി മഞ്ഞൾ, പിന്നെ നമ്മുടെ വേപ്പിനകത്തും ചേർത്തു. വേപ്പും തുളസിയും എല്ലാം കൂടി ഇട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് നല്ല രസമായിരുന്നു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ എണ്ണ തേച്ചിട്ടേ നമ്മളിത് ഒഴിക്കാവുള്ളൂ, ഇളകി തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു ദിവസം ഓൾറെഡി എങ്കിലും വെക്കണം. പിന്നെ ഞങ്ങൾ മണം ചേർക്കാനൊന്നും ചേർത്തില്ല. നമ്മൾ തട്ടിയപ്പോഴത്തേക്ക് വന്ന് നല്ല സോഫ്റ്റ്ലിയൊക്കെ ആയിരുന്നു. ഒന്ന് വെള്ളം തട്ടിയാൽ ഭയങ്കര പതയാണ്, പക്ഷെ കൊള്ളാം സംഭവം. ഇനി ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് നിങ്ങൾ ചെയ്യണം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് വേപ്പിലയൊക്കെ വെച്ചല്ലേ ഉണ്ടാക്കിയത്. അപ്പം വേറെ വലിയ അസുഖമൊന്നും വരാൻ വലിയ സാധ്യതയില്ല. അതാണ് കണ്ടു ഗായ്സ്, ഭയങ്കരമായിട്ട് പതയുന്നുണ്ട് ഗായ്സ്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. വല്ലോണം പതയുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഗായ്സ്.